ഇത്രയും പൈപ്പുകളിൽ നമുക്ക് എങ്ങനെ ഹൈഡ്രോളിക് സപ്ലൈ സിസ്റ്റം മാത്രം ഫിൽട്ടർ ചെയ്ത് അതിന് ഇൻസുലേഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡൈനാമോയുടെ പർപ്പസ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഡൈനാമോ തുറന്നു. ഇത് ആദ്യം തന്നെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, നമ്മളെല്ലാ പൈപ്പും ഫിൽട്ടർ ചെയ്യണം. അതിന് പൈപ്പ് ഫിൽട്ടർ ചെയ്യേണ്ട കാറ്റഗറി വെച്ച് ഫിൽട്ടർ ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ സെലക്ഷനിൽ പോകുന്നു, കാറ്റഗറീസ് സെലക്ട് ചെയ്യുന്നു. ഇതിൽ നമ്മൾ പൈപ്പ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. പൈപ്പ്, പൈപ്പ്. ഓക്കെ, ഇനി ഞാൻ ഓട്ടോമാറ്റിക് എന്നുള്ളത് മാനുവൽ മോഡിലേക്ക് ഇടാണ്. ഇനി എല്ലാ പൈപ്പുകളും എല്ലാ എലമെന്റ്സും ഈ പൈപ്പ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലെ എല്ലാ പൈപ്പുകളും സെലക്ട് ചെയ്യാനായിട്ട് ഓൾ എലമെന്റ് ഓഫ് കാറ്റഗറി, ഓൾ എലമെന്റ്സ് ഓഫ് കാറ്റഗറി ഇത് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും 24 പൈപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഹൈഡ്രോളിക് സപ്ലൈ എന്ന് പറയുന്ന പൈപ്പ് മാത്രം സെലക്ട് ചെയ്തെടുക്കണം. അതായത് ഇതെല്ലാത്തിന്റെയും ഈ താഴെ കാണുന്ന ഈ ഗ്രൂപ്പ് ഓഫ് പൈപ്പുകളുടെ എല്ലാതും ഹൈഡ്രോളിക് സപ്ലൈ ആണ്. ഇത് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമുക്ക് ഇൻസുലേഷൻ ഇടാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈക്വൽ ടു നോഡ് വെക്കണം. ഈക്വൽ ടു നോഡ് ഇതിലേതാണ് ഫിൽട്ടർ ചെയ്യേണ്ടത്? ഇതല്ല വെക്കേണ്ടത്. ഇതിന് മുമ്പ് നമ്മൾ ഇതിന്റെ പാരാമീറ്റർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യണം. പാരാമീറ്റർ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഗെറ്റ് പാരാമീറ്റർ വാല്യൂ ബൈ നെയിം എന്നുള്ള നോഡ് വെക്കുന്നു. തൽക്കാലം റൈറ്റ് സൈഡിൽ ഇരിക്കട്ടെ. ഇതിൽ എലമെന്റ്സ് ടു എലമെന്റ് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇനി ഏത് പാരാമീറ്റർ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഫിൽട്ടർ ചെയ്യേണ്ടത്? നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നോക്കി അറിയാം, സിസ്റ്റം ടൈപ്പ്. ഈ സിസ്റ്റം ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രിംഗ് നോഡ് വയ്ക്കുന്നു. സ്ട്രിംഗ് നോഡിൽ ഹൈഡ്രോളിക് സപ്ലൈ ടൈപ്പ് ഹൈഡ്രോളിക് സപ്ലൈ നമ്മൾ പാരാമീറ്ററിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാണ് ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്. ഹൈഡ്രോളിക് സപ്ലൈ അല്ല, തെറ്റിപ്പോയി. സിസ്റ്റം ടൈപ്പ് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, 24 പൈപ്പ്. ഇനി സിസ്റ്റം ടൈപ്പ്. ഇതിപ്പോ നമുക്ക് എലമെന്റ് ടൈപ്പ് എന്ന് പറയുന്നുള്ളൂ. ഇത് നമുക്ക് ഏത് ടൈപ്പ് ആണ് എന്ന്, ഹൈഡ്രോളിക് സപ്ലൈ ആണോ റിട്ടേൺ ആണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയില്ല. അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ സ്ട്രിംഗ് മോഡിലേക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ട് എലമെന്റ് ടൈപ്പ് നെയിം എന്ന് പറയുന്ന ഒരു നോഡുണ്ട്, അത് നോക്കിയറിയാം. എലമെന്റ് ടൈപ്പ് നെയിം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇനി ഇത് നമ്മൾ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രോളിക് റിട്ടേൺ, ഹൈഡ്രോളിക് സപ്ലൈ. ഇനി ഇതിൽ നിന്ന് വേണം നമുക്ക് ഫിൽട്ടർ ചെയ്യാനായിട്ട്. അതിനാണ് നമ്മളിവിടെ ഈക്വൽ ടു ഈ നോഡ് വയ്ക്കുന്നു. ഈ സ്ട്രിങ്ങും എക്സും കണക്ട് ചെയ്യുന്നു. ഈ വയറും ഹൈഡ്രോളിക് സപ്ലൈ സ്ട്രിങ്ങും വൈയും. ഇതിനർത്ഥം കമ്പയർ ചെയ്യുന്നു. ഈ 24 പൈപ്പുകളും ഈ ഈക്വൽ ടു എന്ന് പറയുന്ന നോഡ് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സപ്ലൈ ആണെങ്കിൽ ഇനി നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ഫോൾസ് കണ്ടീഷൻ വന്നു. അതായത് ഇത് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഈ 24 എണ്ണം ഉണ്ട് ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ ഹൈഡ്രോളിക് സപ്ലൈ ആണെങ്കിൽ നമ്മൾ ട്രൂ എന്നുള്ള വാല്യൂ വരും, ഹൈഡ്രോളിക് റിട്ടേൺ ആണെങ്കിൽ ഫോൾസ് എന്നുള്ള വാല്യൂ വരും. ഇനി ഇതിനെ വേണം നമുക്ക് മാസ്ക് ചെയ്തെടുക്കാനായിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. മാസ്ക് ചെയ്യാനായിട്ട് ഫിൽട്ടർ ബൂൾ മാസ്ക് എന്ന് പറയുന്ന നോഡ്, ഈ നോഡ് വയ്ക്കുന്നു. ഏത് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ മാസ്ക് ചെയ്യേണ്ടത്? എലമെന്റ്. ഈ എലമെന്റിൽ നിന്ന് ലിസ്റ്റിലേക്ക് ഇത് ചെയ്യുന്നു, മാസ്ക്. ഈ ഫിൽട്ടറിനോട് നമ്മൾ മാസ്ക് ചെയ്യുന്നു. റൺ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇൻ ലിസ്റ്റിൽ 11 പൈപ്പുകളുണ്ട്, ഔട്ട് ലിസ്റ്റിൽ 11 പൈപ്പുണ്ട്. 11 12 പൈപ്പുകൾ. ഇതിനർത്ഥം ഇനി നമ്മളൊരു വാച്ചിനോട് വെച്ച് നോക്കാം. വാച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കാണാൻ പറ്റും 12 പൈപ്പുകൾ. ഈ 12 പൈപ്പുകൾ നമുക്ക് ആണ് സിസ്റ്റം ടൈപ്പ് ഹൈഡ്രോളിക് സപ്ലൈ പൈപ്പിലുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഇത്രയും പൈപ്പുകൾ, ഈ 12 പൈപ്പുകളെയാണ് നമുക്ക് ഇൻസുലേഷൻ കൊടുക്കേണ്ടത്. ഇനി ഇൻസുലേഷൻ വെക്കാനുള്ള ലോഡ്. ഇൻസുലേഷൻ വെക്കാനായിട്ട് ഡൈനാമോയിൽ ഇൻബിൽട്ട് ആയിട്ട് ലോഡില്ല. അപ്പൊ നമ്മൾ ഒരു പാക്കേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, MEP ഓവർ. പാക്കേജ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ പാക്കേജ് മെനു പോയിട്ട് സെർച്ച് ഫോർ എ പാക്കേജ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ സെർച്ച് ചെയ്തുകൊണ്ട് സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെർവറായിട്ട്. നമുക്കിവിടെ ലിസ്റ്റ് ഓഫ് പാക്കേജസ് വരും. അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യണം. അപ്പൊ ഇതിപ്പോ കുറച്ച് സമയം എടുക്കും സെർച്ച് ചെയ്യാനായിട്ട്, സിങ്ക് ചെയ്യാനായിട്ട്, സെർവറായിട്ട് സിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ഈ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പാക്കേജിൽ നമുക്ക് ആവശ്യമുള്ള നോഡ് എങ്ങനെയുണ്ടെന്ന് എങ്ങനെ അറിയാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഡൈനാമോ ഫോറത്തിലുണ്ട്. ഫോറത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുക, അവരോട് ചോദിക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ റിപ്ലൈ ചെയ്യുന്ന നോഡ് ഇതിലുണ്ട്, അങ്ങനെയാണ് നമ്മളിത് അറിയാം. ഇപ്പം ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് MEP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ MEP-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പാക്കേജുകളുടെ പേരുകൾ വരും. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ MEP ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ആരോയിലേക്ക് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആയിരിക്കും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താണ് MEP ഓവർ. ഇപ്പൊ ഇതിലിപ്പോ MEP ഓവർ കാണാത്തതിന്റെ കാരണം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കൊണ്ടായിരിക്കാം. ഇവിടെ വേറെ ഒന്നുണ്ട്, MEP വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പാക്കേജ് കൂട്ടിയിട്ട്. MEP വർക്ക്സ് ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. ഓക്കെ, MEP വർക്ക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിത് ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇവിടെ MEP വർക്ക്സ് വന്നിട്ടുണ്ട്. ഇതിപ്പോ എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും എററാണോ അതോ സെർവർ ബിസി ആയതാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഇൻസ്റ്റാൾ ആയിട്ട് ഇനിയിപ്പോ ഇതില് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തതാണ് MEP വർക്ക്സ്. ഇതിൽ വന്നിട്ടില്ലല്ലോ. ഓക്കെ, അത് ഓരോന്നും നോക്കണം. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഈ MEP ഓവറിലാണ്. ഇതിൽ ജസ്റ്റ് നമ്മളിവിടെ ഇൻസുലേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇൻസുലേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോഡ് വന്നിട്ട് ആഡ് ഇൻസുലേഷൻ. ഈ എലമെന്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ഇത് എലമെന്റ്. അതായത് ആഡ് ഇൻസുലേഷൻ എന്ന് പറയുന്നത് MEP ഓവറിലുള്ളതാണ്. ഇതാണ് കണ്ടോ, MEP ഓവറിൽ താഴേക്ക് വന്ന എലമെന്റ് ആഡ് ഇൻസുലേഷൻ, ഈ നോഡ് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ് ടു എലമെന്റ് നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് 2 ഇൻപുട്ട് കൂടി വേണം. അതായത് 3 ഇൻപുട്ടാണ് ആക്ച്വലി ആവശ്യമുള്ളത്. 1 എലമെന്റ്സ്, 2 ഇൻസുലേഷൻ ടൈപ്പ്, 3 തിക്നെസ്. ഈ ഇൻസുലേഷൻ ടൈപ്പ് നമുക്ക് എങ്ങനെ കൊടുക്കാം? തിക്നെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എത്രയാണ് ഇതിന്റെ ഇൻസുലേഷൻ ടൈപ്പ്. തിക്നെസ് എത്രയാണ് വേണ്ടത് അത്ര ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ചെയ്യാം. അപ്പോൾ കോഡ് ബ്ലോക്ക് കിട്ടി. ഇതിൽ നമുക്ക് എത്ര തിക്നെസ് ഇതിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് 2 ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2/12, അതായത് നമ്മൾ ഇഞ്ചിലേക്കാക്കി ഫീറ്റിലേക്കാക്കി മാറ്റി കൊടുക്കുന്നു. കാരണം ഡൈനാമോയുടെ ബിൽട്ടൺ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഫീറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഫീറ്റിലേക്കാക്കി കൊടുക്കുന്നു. ഇത് നമ്മൾ തിക്നെസ് കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇൻസുലേഷൻ ടൈപ്പാണ്. ഇൻസുലേഷൻ ടൈപ്പ് നമുക്ക് എങ്ങനെ കിട്ടും? അതാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടൈപ്പ് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ റിവിറ്റിൽ പോവുക, സെലക്ഷനിൽ എലമെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞ നോഡ് വയ്ക്കുക. ഇതിൽ നമ്മൾ പൈപ്പ് ഇൻസുലേഷൻ സെലക്ട് ചെയ്യുക. പൈപ്പ് ഇൻസുലേഷൻ അല്ല, പൈപ്പ് ഇൻസുലേഷൻ ടൈപ്പ്.
സോറി പൈപ്പ് ഇൻസുലേഷൻ ടൈപ്പ് വയ്ക്കുന്നു. ഇനി ഇതിൽ ഇപ്പൊ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റഗറി എലമെന്റ് ടൈപ്പ് ഇപ്പൊ സെലക്ട് ആയി. ഇനി ഇതിൽ നമ്മൾ ഓൾ എലമെന്റ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞ നോഡ് വയ്ക്കുക. അപ്പോൾ എല്ലാ ടൈപ്പും നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് എലമെന്റ്സും ഇപ്പൊ ലോഡായി വരും. ഇനിയിപ്പോ റൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പൊ നമുക്ക് 2 ടൈപ്പ് എലമെന്റ് ആണ് ഇൻസുലേഷൻ ടൈപ്പ് പൈപ്പ് ഇൻസുലേഷൻ ആണുള്ളത്. പൈപ്പ് ഇൻസുലേഷൻ ടൈപ്പ് ആണുള്ളത്. ഇതിപ്പോ എന്താ സംഭവം, ഇതിന്റെ പേരെന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒരു നോഡ് വെച്ചിരുന്നു. അതേ സെയിം നോഡിൽ നമുക്ക് ഇവിടെ വയ്ക്കാം എലമെന്റ് ടൈപ്പ് നെയിം എന്നുള്ളത് നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കൺട്രോൾ അമർത്താം, പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. കിട്ടി. ഇനി നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പേരാണ്, നമുക്ക് 2 ടൈപ്പ് പൈപ്പ് ഇൻസുലേഷൻ ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫൈബർ ഗ്ലാസും ഒന്ന് PVC ജാക്കറ്റ് ഫൈബർ ഗ്ലാസും. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇത് ഈ ലിസ്റ്റിൽ നമുക്ക് 2 പൈപ്പ് ഇൻസുലേഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കോഡ് ബ്ലോക്ക് കിട്ടി. ഇതിൽ നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാം. വേരിയബിൾ ഏതെങ്കിലും ആവാം, ABCD ഏതെങ്കിലും ആവാം. ഞാനിപ്പോ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നു. ഇനി സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്ക് ഇതിന്റെ എന്താ പറയാ ഈ 01 എന്നുള്ള വാല്യൂ ഏതെങ്കിലും കൊടുക്കാം. 0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എടുക്കും. 1 ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ PVC രണ്ടാമത്തെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോ 0 ആണ് കൊടുക്കുന്നത്. കണക്ട് ചെയ്തു. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫൈബർ ഗ്ലാസ് മനസ്സിലായി. ആക്ച്വലി നമുക്ക് ഇതും അല്ല ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേഷൻ ടൈപ്പ് ആഡ് ആവില്ല. കാരണം ഇത് സ്ട്രിങ് ആണ്. നമുക്ക് ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഓൾ എലമെന്റ് ഓഫ് ടൈപ്പ് എന്നുള്ളത് നിന്നാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ നിന്ന് ഫസ്റ്റത്തെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ 0 കൊടുക്കുന്നു, കണക്ട് ചെയ്യുന്നു. ഇനി ഈ വാല്യൂ ആണ് ഈ നോഡിൽ നിന്നാണ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ 2 നോഡ് എന്തിനാ വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എലമെന്റ് ടൈപ്പ് 2 എലമെന്റ് ടൈപ്പ് ഉണ്ട്. അതിന്റെ എലമെന്റ് ID ഉണ്ട്. പക്ഷെ നമുക്കറിയില്ല അത് ഏതാ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ പേരെന്താണെന്ന് അറിയില്ല. അപ്പൊ ഏത് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 എലമെന്റ് ടൈപ്പ് ഡോട്ട് നെയിം എന്നുള്ള നോഡും കോഡ് ബ്ലോക്ക് എന്നുള്ള നോഡും ഇപ്പൊ അത് സെലക്ട് ചെയ്ത് കാണിച്ചത് മനസ്സിലാവാൻ വേണ്ടി. ആക്ച്വലി ഇനി റൺ ചെയ്യാണ്. ഇനി റൺ ചെയ്യുമ്പോൾ ഇൻസുലേഷൻ ആഡ് ആവേണ്ടതാണ്. ഞാനൊന്ന് മിനിമൈസ് ചെയ്യാണ്. ഇനി ഈ താഴെയുള്ളതാണ് ഈ ഹൈഡ്രോളിക് സപ്ലൈ. അപ്പോൾ നമ്മൾ നോക്കുക, റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻസുലേഷൻ ടൈപ്പ് ഇൻസുലേഷൻ ആഡ് ആവുന്നുണ്ടോ. നിങ്ങൾ റൺ ചെയ്യുന്നു, ഇൻസുലേഷൻ ആഡ് ആയി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന് ഈ എൽബോക്ക് ഇൻസുലേഷൻ ആഡ് ആയിട്ടില്ല. എന്താ കാരണം? നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത് പൈപ്സ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇൻസുലേഷൻ ആഡ് ആകുന്നത്. ഇനിയിപ്പോ ഇതിന് ഫിറ്റിങ്ങിന് കൂടി ആഡ് ആവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ പൈപ്സ് എന്നുള്ളത് മാറ്റി പൈപ്പ് ഫിറ്റിംഗ് എന്നുള്ളത് ആക്കുക. പൈപ്പ് ഫിറ്റിംഗ് ബാക്കിയെല്ലാം സെയിം ആണ്. നോക്കാം, ഒന്നുകൂടി നോക്കാം ഇതിന്റെ സിസ്റ്റം ടൈപ്പ് ഉണ്ടോ ഇതിന്. ഉണ്ട്, ഓക്കെ, ശരിയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, പൈപ്പ് ടൈപ്പ് ഫിറ്റിംഗ് ആക്കി മാറ്റി. ഇനി ജസ്റ്റ് ഞാൻ വീണ്ടും ഒന്ന് റൺ ചെയ്യുകയാണ്. ശ്രദ്ധിച്ചറിയാൻ പറ്റും എൽബോക്ക് ഇൻസുലേഷൻ ആഡ് ആയി. എല്ലാ എൽബോക്ക് ഇൻസുലേഷൻ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഡയനാമോ ഉപയോഗിച്ച് നമ്മൾ പൈപ്പിന് ഇൻസുലേഷൻ ആഡ് ആവുന്നത്. ഇനി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഉപകാരപ്രദമാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ
അടുത്ത ആഴ്ചകളായിട്ട് കാണാം, അടുത്ത ദിവസങ്ങളിലായിട്ട് കാണാം.